അങ്ങനെ പൂരം കഴിഞ്ഞുകൂട്ടാ. ദേശവരത്തിന്റെ പിന്നാലെ പോയ കാരണം കൊണ്ട് വീട്ടിലെത്താൻ ഒരുപാട് സമയമായി. അതുകൊണ്ട് തന്നെ എന്താ എണീക്കാനും നേരം വൈകി. പുലർച്ചെ 3 മണിയോട് കൂടിയിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത്. അതുകൊണ്ട് തന്നെ എണീറ്റത് 2 മണിക്കും. എന്റെ ഏട്ടൻ വല്ലയുള്ളവര് ഇതുവരെ എണീറ്റിട്ടില്ല. അവര് ഇന്നലെ എന്റെ കൂടെ ഉണ്ടാന്നുട്ടാ. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായത്. ചെരുപ്പിലൊക്കെ ആകെ വെള്ളം കെട്ടിയെടുക്കുന്നുണ്ടാ. അമ്മയാണെങ്കിങ്ങ പണി സ്ഥലത്തിരുന്നിട്ട് അച്ച പൊട്ടിച്ചോണ്ടിരിക്കട്ടാ. എന്താന്നറിയില്ല, ഉച്ചക്ക് എന്റെ കാരണം കൊണ്ട് വലിയ വിശപ്പൊന്നും തോന്നിയിരുന്നില്ല. അപ്പൊ എന്തായാലും ഒന്ന് പല്ലേക്കാന്ന് വിചാരിച്ച ആദ്യം. ഇന്നലത്തെ ചിക്കനൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും കഴിക്കാനുള്ള മൂടണമെന്നില്ല. ഈ നേരത്തെ സാധാരണ ഊണാണ് കഴിക്കാറ്. പക്ഷെ ഇന്ന് അത്ര വിശപ്പൊന്നുമില്ലാത്ത കാരണം കൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ വെച്ചു. അപ്പൊ പിന്നെ അമ്മാമ്മയ്ക്കും കുറച്ച് കൊടുത്തപ്പോ അമ്മാമ്മ ഹാപ്പിയായി. കുറച്ചു പേര് ചോദിച്ചാന്ന് നമ്മുടെ റെയിൽവേയുടെ സൈഡിൽ വെച്ചുള്ള തൈയൊക്കെ എന്തായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളിയും ചീരയൊക്കെ. ദിവസവും 2 നേരം നനയ്ക്കും. ഇപ്പൊ ഞാൻ നനച്ചില്ലെങ്കിലും അമ്മയും അച്ഛനും മറക്കാണ്ട് എന്തായാലും നനയ്ക്കും. അപ്പൊ ചോദിച്ച എല്ലാവരോടും പറയാണ് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. കാറ് പൊടി തട്ടുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടാ. നമ്മള് അനിയനെ പൂരത്തിന് വേണ്ടിയിട്ട് വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനെ ഇനി കൊണ്ടാക്കാൻ പോണെയാണ്. 2 ദിവസത്തോളം ചെക്കൻ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോ അവനെ പറഞ്ഞേക്കാണ് നമ്മള്. അതിന്റെ ചെറിയൊരു വിഷമം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ പിന്നെ ഞാനും കൂടി കയറാന്ന് വെച്ചു. എനിക്കാണെങ്കിൽ കാറിൽ യാത്ര ചെയ്യാൻ വലിയ താല്പര്യമില്ല. എനിക്ക് ബൈക്കിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. പോണ വഴി എന്തായാലും ഒരു ചായയും കുടിച്ചിട്ട് ചെക്കനെ വീട്ടിലിറക്കാന്ന് വെച്ചു. കട്ടൻ ചായയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അത് കാരണം കൊണ്ട് എവിടെ ചായ കുടിക്കാൻ പോയാലും കട്ടനെ ഞാൻ പറയുള്ളൂ. അങ്ങനെ ചായക്കുള്ള കടി കഴിച്ചുകൊണ്ടിരിക്കുന്ന അടുത്താണ് ആ പഞ്ചായത്തിലുള്ള എല്ലാ ഈച്ചനെയും ഇവരോട് ഒട്ടിച്ചു വെച്ചിട്ടാ. അങ്ങനെ ഫൈനലി നമ്മൾ അവന്റെ വീട്ടിലെത്തി. അപ്പൊ ഓക്കെ ബൈ ട്ടാ, അടുത്തൊരു വീഡിയോയിൽ കാണാം.